അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ത്രിയേക ദൈവത്തിന് സ്തുതി. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വിത്തുകൾ പാകി വീണ്ടും ഒരു ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ വന്നെത്തിയിരിക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ജനനം ഇത്ര പ്രാധാന്യമായുള്ളത്? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ: മനുഷ്യനായി അവതരിച്ചിരിക്കുന്നത് ദൈവമാണ്. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്? അതിനും ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: വിശുദ്ധ കുർബാനയാകുവാൻ വേണ്ടി. വിദ്വാൻമാർ കാഴ്ചകളായി സമർപ്പിക്കുന്നത് 3 സമ്മാനങ്ങളാണ്: പൊന്ന്, മൂര്, കുന്തിരിക്കം. ഈ 3 സമ്മാനങ്ങൾക്കും ഒരു ആത്മീക അർത്ഥമുണ്ട്. പുൽക്കൂട്ടിലെ ആ 3 സമ്മാനങ്ങളും യേശുക്രിസ്തുവിന്റെ ഭാവി ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതായിരുന്നു. ആദ്യത്തേത് പൊന്ന്. രാജാവാകാൻ പോകുന്ന യേശുക്രിസ്തുവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 2, മൂര് എന്ന് പറയുന്നത് ഒരു എംബാമ്പിംഗ് ഓയിലാണ്. മരണസമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മൂരെന്ന് പറയുന്ന വസ്തു. യേശുക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് പുൽക്കൂട്ടിലെ യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് മരണത്തിന്റെ നിഴൽ അവിടെ ഉണ്ടായിരുന്നു എന്നർത്ഥം. മൂന്നാമതായി കുന്തിരിക്കം. കുന്തിരിക്കം യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുന്തിരിക്കം ഇടുവാനും ധൂപം അർപ്പിക്കുവാനുള്ള അധികാരം പുരോഹിതന് മാത്രമാണുള്ളത്. അതായത് സ്വർണം ഒരു രാജാവിനെ പോലെ, മൂര് മർത്യനായ ഒരാളെ പോലെ, കുന്തിരിക്കം ദൈവത്തെ പോലെ. നമ്മുടെ ജീവിതത്തിലെ രാജാവും ദൈവവും പുരോഹിതനുമാണ് യേശു ക്രിസ്തു. സ്വർഗം ഭൂമിയിലോട്ട് ഇറങ്ങി വന്നതിന്റെ സൂചനയാണല്ലോ ക്രിസ്മസ്. യേശു ക്രിസ്തുവിന്റെ ജനനം ലോകമെമ്പാടും അറിയണമെന്നതും ദൈവം തമ്പുരാന്റെ ഒരു പദ്ധതിയായിരുന്നു. ഈ സദ്വാർത്ത ലോകത്തിന് അറിയിക്കുന്നത് 2 വിധത്തിലൂടെയാണ്. ഒന്നാമതായി വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ കാണുന്നത് പോലെ ഹെരോദ രാജാവിനെയാണ്. കിഴക്ക് നിന്ന് വന്ന് വിദ്വാൻമാരാണ് ഈ സദ്വാർത്ത രാജാവിനെ അറിയിക്കുന്നത്. ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ജ്ഞാനികൾക്ക് ആ നക്ഷത്രം കണ്ട് ലക്ഷ്യത്തിലെത്തുവാനുള്ള ജ്ഞാനമുണ്ടായിരുന്നു. എന്നാൽ രണ്ടാമതായി യേശു ക്രിസ്തുവിന്റെ ജനനത്തെ അറിയിക്കുന്നത് ആട്ടിടയന്മാരിലൂടെയാണ്. വിശുദ്ധ ലൂക്കോസ് ശ്ലീഹയുടെ സുവിശേഷത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവസാനമായി അറിയുന്നത് ആട്ടിടയന്മാരായിരുന്നേക്കാം. അതുകൊണ്ട് തന്നെ അവരെ അറിയിക്കുന്നത് മാലാഖമാരിലൂടെയാണ്. ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ സുവിശേഷിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇതാരും അറിയാതെ പോകരുതെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ജ്ഞാനികൾക്ക് അവർക്ക് മനസ്സിലാവുന്ന വിധത്തിലും ആട്ടിടയന്മാർക്ക് അവർക്ക് മനസ്സിലാവുന്ന വിധത്തിലും ആയിരുന്നു ഈ സദ്വാർത്ത അറിയിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുക എന്നത്. ഓർക്കുക, 3 രാജാക്കന്മാർ ബെത്ലഹേമിൽ ഒരു നക്ഷത്രമേ കണ്ടുള്ളൂ. എന്നാൽ അവിടെ യേശു ക്രിസ്തുവും ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഭവനത്തിൽ 1-ൽ അധികം നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നിട്ടും യേശു ക്രിസ്തു ഉണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ക്രിസ്മസ് അവസാനിക്കുന്നത് ബെത്ലഹേമിലല്ല, അത് അവസാനിക്കുന്നത് നമ്മുടെ ഭവനത്തിലും ജോലി സ്ഥലങ്ങളിലും ആണ്. അപ്പോഴാണ് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് യാഥാർത്ഥ്യമാകുന്നത്. അത് യാഥാർത്ഥ്യമാകുന്നത് നമ്മളിലൂടെയാണ്. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മളുടെ പ്രവൃത്തിയിലൂടെയാണ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവാചകൻ എഴുതിയ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം.
ഇന്നലകളിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും മറക്കാം. ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം. നന്മ നിറഞ്ഞ ഐശ്വര്യപൂർണമായ നല്ല നാളുകൾക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.